സന്ദീപ് വാര്യറിന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് വീണ്ടും BJPക്കുള്ള മണ്ടക്കടിയാണ്. ഇത്തവണ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഏതാനും 1 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. ആ പോസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നിട്ട് അതിൽ പറയുന്നത് ക്രിസ്ത്യാനികളെ വഞ്ചിക്കുകയാണ് BJP എന്നാണ് പറയുന്നത്. അതും ക്രിസ്മസ് കേക്കുമായിട്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റാർ തൂക്കുന്നതിൽ. ഒരു മിനിറ്റ്, നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ വായിക്കാം. ഗൗതം വായിച്ചോ. ഏതാനും 1 മണിക്കൂറായിട്ടുള്ളൂ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ പോസ്റ്റ് വന്നിട്ട്. ക്രിസ്മസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും. എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും. വെറുപ്പിൻ്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു. ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക? ബാക്കി ഭാഗം. ഒരു വശത്തെ ക്രൈസ്തവരെ BJPയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു, മറുവശത്തെ ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു. ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും. അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മത സാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം. ഇത് പങ്കുവെച്ചിരിക്കുന്നത് ഇതിന്റെ താഴത്തൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആർഷ പ്യുവർ പൂജ പ്രൊഡക്ട്സ് എന്നാണ് അതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള ലോഗോ ഒക്കെ. ഏതൊരു കമ്പനിയാണെന്ന് തോന്നുന്നു. അതിൽ ആ ഫോട്ടോയിൽ എഴുതിയിരിക്കുന്ന കോട്ട് ഇങ്ങനെയാണ്: ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കപ്പെടേണ്ടത് ക്രിസ്തുമസ് സ്റ്റാറുകൾ ഉപയോഗിച്ചല്ല, പവിത്രമായ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ ചിത്രം പതിച്ച മകര നക്ഷത്രങ്ങൾ ഉപയോഗിക്കൂ. ഇത് ഒരു അജണ്ടയാണ്, BJP അജണ്ടയാണ് ഈ പോസ്റ്ററിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അതായത് പുറമെ ക്രൈസ്തവരോട് ഭയങ്കര സ്നേഹവും എന്നാൽ ഉള്ളിൽ ക്രൈസ്തവ വിരോധവും കൊണ്ട് നടക്കുന്ന ചില ആളുകളാണ് പ്രവർത്തകർ എന്നൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ചില ആളുകൾക്ക് ഇപ്പോഴും എനിക്കറിയാം, ഈ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ സാധാരണ ക്യാൻഡിൽ കത്തിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അത് ഊതുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അതൊരു ക്രിസ്തീയ ആചാരമാണ്. കേക്കിൽ അങ്ങനെ അത് ഊതരുത്, അത് ഭാരതീയമായിട്ടുള്ള സങ്കല്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി നിർത്തുന്ന അത്തരം ആചാരങ്ങൾ ഒക്കെ മാറ്റി നിർത്തുന്ന എത്രയോ ഹിന്ദുക്കളും അല്ലെങ്കിൽ എത്രയോ അധികം ആളുകളുണ്ട് ഈ നാട്ടിൽ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ ഗൗതം, ഇതിപ്പോ പിന്നെ BJPക്കും RSSനും ഉള്ള സന്ദീപ് വാര്യരുടെ ഒളിയമ്പാണ്. അതായത് സന്ദീപ് വാര്യർ BJP പറയുന്നത് എന്താണ്? ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്നു, പിന്നെ മുസ്ലിങ്ങളുടെ വീടുകളിൽ പോകുന്നു, അവരുമായി സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ക്രൈസ്തവരെ പലരെയും ചേർത്ത് നിർത്തുന്നു. പല പള്ളിയിലെ അച്ഛന്മാരും മോദിയെ കാണാനായി പോകുന്നു. പല ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ പല പള്ളികളിലുമൊക്കെ സുരേന്ദ്രനും BJPക്കാർ വോട്ടിനായിട്ട് പോകുന്നു. അപ്പൊ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്നാണ് BJP എപ്പോഴും പറയുന്നത്. കാരണം BJPക്ക് അവരുടെ വോട്ടാണ് ഏറ്റവും പ്രധാനവും അത്യാവശ്യമായിട്ടുള്ളത്. പക്ഷെ ആ പാർട്ടിയിൽ ഇത്രയും നാൾ നിന്ന സന്ദീപ് വാര്യർ പറയുന്നു അത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. അതിനുദാഹരണമാണ് ഈ ക്രിസ്മസ് കേക്കും ഈ നക്ഷത്രവും ഒക്കെ പിന്നെ ഹിന്ദുക്കളുടെ രീതിയിലേക്ക് പോകണം എന്ന് പറയുന്നത്. അതായത് ഒരു നക്ഷത്രം തൂക്കുമ്പോൾ പോലും നീ ക്രിസ്ത്യാനിയാണോ, എന്തിനാണ് ഈ നക്ഷത്രം തൂക്കുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഒരു പക്ഷെ സന്ദീപ് വാര്യർക്ക് അനുഭവം ഉണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന BJPയിലെ പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. കാരണം അങ്ങനെ ഒരു പോസ്റ്റർ പുറത്തു വന്നു, ഒരു കമ്പനിന്റെ ആണ് അത്. ഈ വിളക്ക് വാങ്ങുമ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതേ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൽ കാണുന്നത് ഈ സ്റ്റാറിൽ അയ്യപ്പൻ ഓം ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റാർ, ആ സ്റ്റാർ തൂക്കൂ. അല്ലാതെ ക്രിസ്മസ് സ്റ്റാർ സാധാരണ രീതിയിൽ സ്റ്റാർ അല്ല തൂക്കേണ്ടത്. ഇത് ഭാരതീയ ഈ ചിന്തയ്ക്ക് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതിയാണ്. അപ്പൊ ഇത് ശരിക്കും ഇത് ശരിക്കും തെറ്റാണോ? തീർച്ചയായിട്ടും ഇതൊക്കെ തെറ്റല്ലേ. നമ്മൾ ഇതൊക്കെ എങ്ങനെ ഇപ്പൊ നമ്മള് പിന്നെ ഓണം ആഘോഷിക്കും. എത്രയോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഓണം ആഘോഷിക്കുന്നവരുണ്ട്. എന്തിനേറെ പറയുന്നത്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നമ്മൾ പോയാൽ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കാൻ എത്തുന്നത് മുസ്ലിംസ് ആണ്. അപ്പൊ സന്ദീപ് വാര്യർ പറയുന്നത് ഞാൻ പറയില്ല. വെറുപ്പിന്റെ ഫാക്ടറിയിൽ കുറെ അധികം കാലം ജീവിച്ച് അനുഭവ പരിചയമുള്ള സന്ദീപ് വാര്യർ ആണ് പറയുന്നത് ഇത്തരം ചിന്തകൾ വെറുപ്പിന്റെ ഫാക്ടറിയിൽ ഉണ്ട് എന്ന്. അതിനെപ്പം നമ്മൾ എതിർക്കണോ അനുകൂലിക്കണോ? അല്ല, വെറുപ്പിന്റെ ഫാക്ടറി എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അത് പല സത്യസന്ധരായ പ്രവർത്തകർക്കും അണികൾക്കും വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന പ്രസ്താവനയാണ്. അത് ഞാൻ പറയില്ല, അത് അംഗീകരിക്കണ്ട. ഞാൻ പറയുന്നത് പക്ഷെ അതിൽ ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇത്തരം പുഴുക്കുത്തുകൾ ഉണ്ടാകും. സന്ദീപ് വാര്യർ ആ പാർട്ടിയിൽ ഇത്രയും നാൾ നിന്ന് പ്രവർത്തിച്ച ആളാണ്. തീർച്ചയായിട്ടും ഇത്രയും പുഴുക്കുത്തുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ തുറന്നു പറയുന്നത്. പക്ഷേ അദ്ദേഹം കാണിക്കേണ്ട മാന്യത എന്തായിരുന്നു എന്ന് വെച്ചാൽ
ഇത് വെറുപ്പിന്റെ ഫാക്ടറി ആണെന്നും ഇത്തരം അനുഭവങ്ങൾ തനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ഇതിന്റെ പുഴുക്കുത്തുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് പുറത്തു വരണമായിരുന്നു. പാലക്കാട് തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം കാത്തിരിക്കേണ്ട അല്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഇതിൽ ഏറ്റവും അവസാനം പറയുന്നത് ഇതാണ്: ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കൾ. സത്യമല്ലേ? ഈ ഇവിടുത്തെ ഹിന്ദുക്കൾ മൊത്തം അങ്ങ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ BJP എന്നേ കേരളത്തിൽ അധികാരം പിടിക്കുമായിരുന്നു അല്ലേ? വലിയൊരു ശതമാനം BJPയുടെ വോട്ടുകളും CPM-നും മറ്റ് വിശ്വാസികളായ ആളുകളുടെ വോട്ടുകൾ പോലും CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനുമാണ് പോകുന്നത്. BJPക്ക് പോകുന്നില്ല. അങ്ങനെ പോയിരുന്നെങ്കിൽ അവർ നേരത്തെ അധികാരം പിടിക്കുമായിരുന്നു. അപ്പം സന്ദീപ് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണെന്നാണ്. അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മതസൗഹാർദ്ദം പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം എന്നാണ്. BJP പൂട്ടിക്കെട്ടണം. അല്ല, കഴിഞ്ഞ ദിവസം ഇതിനോടകം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിരിക്കുന്ന 2 പോസ്റ്റുകളും BJPയുടെ മണ്ടക്കടിക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ ഇട്ടിരിക്കുകയാണ്. ഒന്നിപ്പോൾ ഈ മതസൗഹാർദ്ദത്തിന്റെ വിഷയത്തിൽ ക്രിസ്ത്യാനികളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ ദിവസം വേറൊരു വഖഫ് വിഷയത്തിൽ വന്നു. 2014 BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കാണിച്ചുകൊണ്ടാണ്. അതായത് BJP ഇപ്പോൾ എടുക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണ്. 2014 വഖഫ് ബോർഡ് സംരക്ഷിക്കും, അവർക്ക് നഷ്ടപ്പെട്ട സ്വത്തുക്കളൊക്കെ തിരിച്ചു പിടിക്കുന്നൊക്കെ അവരുടെ ഈ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. അന്ന് സമരം ചെയ്യാത്ത 2013 വന്ന ഇതുണ്ടല്ലോ, ആ നിയമത്തിന്റെ ഭേദഗതിയാണല്ലോ ഇപ്പം വന്നിരിക്കുന്നത്. അന്ന് അപ്പോൾ ഇവർക്ക് ഇത് പ്രശ്നമായിരുന്നില്ല, ഇവർ പ്രതിഷേധിച്ചിരുന്നില്ല, സമരം ചെയ്തിരുന്നില്ല. അവരിപ്പം ഭേദഗതി കൊണ്ടുവരുന്നതിൽ എന്താർത്ഥം എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. അതിൽ പക്ഷെ അർത്ഥമൊന്നുമില്ല. അല്ല, ഞാൻ കഴിച്ചോട്ടെ, 2014 BJPക്ക് ബോധോദയമില്ലായിരുന്നു, ഇപ്പോഴാണ് ബോധം ഉദിച്ചത്. സന്ദീപ് വാര്യർ പറയുന്നത്. സന്ദീപ് വാര്യർക്ക് ഇപ്പോഴല്ലേ ബോധം ഉദിച്ചത് ഇത് വെറുപ്പിന്റെ ഫാക്ടറി ആണെന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ ഓടിക്കയറേണ്ടതാണെന്നും സന്ദീപ് വാര്യർക്ക് ഇപ്പോഴല്ലേ ബോധം ഉദിച്ചത്. അതുപോലെയാണ് BJPക്ക് ഇപ്പോഴായിരിക്കും ബോധം ഉദിച്ചത്. അത് വഖഫ് സംരക്ഷിക്കേണ്ട വിഷയമല്ല, അത് ജനങ്ങളുടെ അല്ലെങ്കിൽ കുറെ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സംഭവങ്ങളാണ് എന്നുള്ളത്. തങ്ങൾക്ക് അത് ആ ഒരു വിഷയം തങ്ങളുടെ ലാഭത്തിനായിട്ട് ഒരു രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കും. അതുകൊണ്ട് അതൊന്നും സന്ദീപ് വാര്യർ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ആരെ സന്തോഷിപ്പിക്കാനാണ്? സ്നേഹത്തിന്റെ കടയിൽ അതൊരു കാര്യം തന്നെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. സ്നേഹത്തിന്റെ കടയിൽ പ്രവേശിച്ചതിന് പിന്നാലെ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനും ആരെയൊക്കെയോ സുഖിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം പോസ്റ്റുകൾ വരുന്നത് എന്നതിൽ യാതൊരു തരത്തിലുമുള്ള തർക്കവുമില്ല. പക്ഷെ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പരിശോധന. അതിൽ പ്രകടന പത്രിക അടക്കം മുൻപോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അല്ല, ഇതിപ്പോൾ ഇട്ട ഈ 1 മണിക്കൂർ മുമ്പ് ഇട്ട പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കാര്യമാണ്. എല്ലാ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനുള്ള BJPയുടെ ശ്രമം വെറും കാപട്യമാണ്. ഒരു ക്രിസ്മസ് സ്റ്റാർ പോലും തൂക്കിയാൽ അതിൽ പിന്നെ വർഗീയത ചിത്രീകരിക്കുന്നവരാണ് ഇവരൊക്കെ എന്ന് പറയുന്നതിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവർക്ക് അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ നിൽക്കുമ്പോൾ തന്നെ വെറുപ്പിന്റെ ഫാക്ടറി എന്ന് മനസ്സിലാക്കിയ ആൾ ഇത്രയും വർഷം എന്തിനാണ് ഈ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വീണ്ടും മറ്റുള്ളവർക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് നൽകിയത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇദ്ദേഹം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വെറുപ്പല്ലേ ഉൽപ്പാദിപ്പിച്ചത്? വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നുകൊണ്ട് വെറുപ്പിന്റെ നായകനായ നേതാവാണ് മോദി എന്ന് പറഞ്ഞു. ആ മോദിയെ ഇദ്ദേഹം രാജാവായി വാഴ്ത്തിയതും നേതാവായി വാഴ്ത്തിയതും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പിന്നെ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് വന്ന സന്ദീപ് വാര്യർ ആയിരുന്നില്ലേ? ജ്യോതികുമാർ ചാമക്കാല പ്രധാനമന്ത്രി മോദിയെ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോടാന്ന അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് ഈ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് വന്നിട്ടല്ലേ? ഇത് വെറുപ്പിന്റെ ഫാക്ടറിയാണ് എന്ന് കോൺഗ്രസിൽ പോയപ്പോഴാണോ സന്ദീപ് വാര്യർക്ക് മനസ്സിലായത്? അതിനു മുൻപേ മനസ്സിലായിരുന്നു എങ്കിൽ സന്ദീപ് വാര്യർ മാറി നിന്ന് എന്തുകൊണ്ട് സംസാരിച്ചില്ല? വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു വാദമാണെന്ന് എനിക്ക് പറയാം. ഒരു ഭൂതകാലത്തെ അദ്ദേഹത്തിന്റെ ഒരു ഭൂതകാലത്തെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടുക എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഭൂതകാലത്തെ എടുത്താൽ ഇപ്പൊ വേട്ടയാടുന്നത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞാൻ കോൺഗ്രസിലേക്ക് വന്നു, അപ്പൊ ഇനി എൻ്റെ പഴയ നിലപാടുകള് ഇതൊക്കെ ഞാൻ തിരുത്തിയിരിക്കുന്നു, മുമ്പ് ഞാൻ ചെയ്ത തെറ്റിനെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, അപ്പം അദ്ദേഹം പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ? ഇപ്പോഴയാൾ എന്തു പറയുന്നു? ആ പറയുന്നതിൽ കാമ്പുണ്ടോ എന്നുള്ളതാണ് അന്വേഷണം. പണ്ട് അയാൾ ഇങ്ങനെ ആയതുകൊണ്ട് അയാൾക്ക് ഇന്ന് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയുന്നതിൽ അർത്ഥമില്ല. 2014 BJPയുടെ പ്രകടന പത്രിക എന്തിനാണ് സന്ദീപ് വാര്യർ ഇപ്പൊ ഈ ഉടായിപ്പ് നാടകം കളിക്കുന്നത്?
അദ്ദേഹം മുമ്പ് ആരായിരുന്നു? BJP-യിലായിരുന്നു. BJP-യിൽ ഉണ്ടാവുമ്പം അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ട ഒരു രീതിയുണ്ട്. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം, അതാണ് അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു മാധ്യമപ്രവർത്തകനല്ല സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം എന്താണോ സംസാരിക്കുന്നത് അത് ആ പാർട്ടിയിലെ അണികളെ തൃപ്തിപ്പെടുത്തണം. അത് ആ പാർട്ടിയിലെ കുറേ അധികം രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഭംഗിയായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിൽ ആ സംസാരിക്കുന്നതിൽ സംസാരിച്ചതിൽ ഇപ്പോൾ 1 മണിക്കൂർ മുമ്പിട്ട പോസ്റ്റ് ക്രിസ്ത്യാനികളെ ഉള്ള സ്നേഹം വളരെ കപടമാണ് എന്നിട്ടിരിക്കുന്ന ആ പോസ്റ്റ് ശരിയാണെന്ന് ധന്യ കൂടി ഇപ്പൊ സമ്മതിക്കുക ചെയ്യുന്നത്. തീർച്ചയായിട്ടും സത്യം സമ്മതിച്ച് തന്നെ പോകണം. അപ്പോൾ ഞാൻ പറയട്ടെ, BJP-ക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ BJP-യുടേത് കപടമുഖമാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. BJP-യിൽ നിന്ന് കോൺഗ്രസിൽ വന്ന സന്ദീപിന്റെ ഒരു നിലപാടിനെ ധന്യ പോലും അംഗീകരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് സന്ദീപ് കൈയടി കൊടുക്കണം. എന്തിനാ കൈയടി കൊടുക്കുന്നത്? BJP-യിൽ ഇരുന്നപ്പോ ഇയാളും കാണിച്ചത് ഇത് തന്നെയല്ലേ. BJP-യിൽ ഇരുന്നപ്പോ ഈ ന്യൂനപക്ഷങ്ങളെ, അച്ഛന്മാരെ കാണാനും ക്രിസ്ത്യാനികളുടെ വീട് സന്ദർശിക്കാനും അവരുടെ വീട്ടിൽ പോയിരുന്ന് ആഹാരം കഴിച്ചത് ഈ സന്ദീപ് വാര്യരല്ല. അന്ന് മനസ്സിൽ ഈ ദുഷ്ടചിന്ത വെച്ചിട്ടല്ലേ സന്ദീപ് വാര്യർ അവരുടെയൊക്കെ വീടുകളിൽ കയറിറങ്ങിയത്. ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നു സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ന്യായീകരിക്കാൻ അവിടെ സന്ദീപ് വാര്യറിന് ഒരു ന്യായമുണ്ട്. ആ ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാൽ വിഷയത്തിൽ വികാരമല്ല വേണ്ടത്, വിവേകമാണ്. ഇങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട ആളാണ് സന്ദീപ് വാര്യർ. അവിടെ അദ്ദേഹം മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി BJP-ന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് നടപടികൾ നേരിടേണ്ടി വരുന്നു. സ്പോക്സ് പേഴ്സൺ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. അപ്പോൾ ഇത്തരം രീതിയിലൊക്കെ താൻ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സന്ദീപ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് BJP-യിൽ നിന്ന് എങ്ങനെയായിരുന്നു പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതൊക്കെ ഇപ്പം കോൺഗ്രസ്. ഒറ്റ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ടാണോ സന്ദീപ് വാര്യരെ പുറത്തു നിർത്തിയത്, അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ? സന്ദീപ് വാര്യർ ഹലാൽ വിഷയത്തിൽ എന്റെ പോയിന്റ് ചെയ്തുള്ളൂ. BJP-യിൽ നിന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ മറക്കരുത്. അല്ല ധന്യ അത് ഇല്ലെങ്കിൽ ഓക്കെ, പക്ഷെ അത് അദ്ദേഹം ചെയ്തിരുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. അദ്ദേഹം അത് ചെയ്തിരുന്നു. വേറെ ഒരു നേതാക്കളും വേറെ BJP-യുടെ വേറെ ഒരു നേതാക്കൾക്കും ഉടനടി കോൺഗ്രസിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. സന്ദീപ് വാര്യർ അന്ന് മുതലേ BJP-യിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ചാരപ്പടി ചെയ്യുകയായിരുന്നു എന്നാണ് അണികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. എന്തായാലും സന്ദീപ് വാര്യരുടെ വെറുപ്പിന്റെ ഫാക്ടറിയിലെ പുതിയ കാര്യങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കട്ടെ. പുതിയ പോസ്റ്റിൽ ശരിയാണെന്ന് പറയുന്നു. പുതിയ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ശരി.